നീറ്റ് പരീക്ഷ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ വലിയ പ്രതിഷേധം അലയടിക്കുകയാണ്. SFIയുടെ പ്രതിഷേധം ഇപ്പോൾ ദില്ലിയിൽ പുരോഗമിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഫെമിന കൂടി ചേരുകയാണ്. ഫെമിന, വിദ്യാർത്ഥികളുടെ ആശങ്ക പ്രതിഫലിപ്പിച്ച് വലിയ പ്രതിഷേധം SFIയുടെ വക, എന്തൊക്കെ വിവരങ്ങൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുൻപിലാണ്. അല്പസമയത്തിനുള്ളിൽ SFIയുടെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ചുകൊണ്ട് SFIയുടെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുമ്പിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ നടക്കാൻ പോകുന്നത്. ഇവിടെ കേന്ദ്രസേനയും അതുപോലെ തന്നെ ദില്ലി പോലീസും വിന്യസിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസ് ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നാണ് നീറ്റ് പരീക്ഷ റദ്ദാക്കിക്കൊണ്ട് NTA ഒരു ഉത്തരവ് വന്നത്. കേന്ദ്രം ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അന്വേഷിക്കാനായിട്ട് CBIയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 9 ദിവസങ്ങൾക്ക് മുമ്പാണ് നീറ്റ് പരീക്ഷ നടന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായിട്ടുള്ള നീറ്റിന്റെ ചോദ്യപേപ്പർ ചോർന്നതുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷ കഴിഞ്ഞ ഉടനെ വലിയ തരത്തിലുള്ള വിവാദങ്ങളാണ് ഉണ്ടായത്. ഈ പരീക്ഷയിലെ നീറ്റ് പരീക്ഷയിൽ 720 മാർക്കിനാണ് നീറ്റ് പരീക്ഷ നടക്കുന്നത്. അതിൽ 600 ചോദ്യങ്ങളും മാതൃകാ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ ചോദ്യങ്ങളാണ് ഉയർത്തിയത്. രാജസ്ഥാനിലെ നടന്ന ഈ പരീക്ഷയാണ്, അതായത് ഈ ഉത്തരേന്ത്യൻ ലോബിയുടെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വലിയ ഇടപെടൽ ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ട്. കാരണം മോദി സർക്കാരിൻ്റെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മാനവ വിഭവശേഷി വകുപ്പിൻ്റെ ഒക്കെ പിടിപ്പുകേട് ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്. മോദി സർക്കാരിൻ്റെ ആകെ പിടിപ്പുകേട് ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്. കാരണം ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നു. ആദ്യം രാജസ്ഥാൻ സ്വദേശിയായ ഒരു വിദ്യാർത്ഥിയാണിത് ഈ ലോഡ് ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യൻസ്. പിന്നീടത് പല വിധത്തിലും പടരുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രാഥമികമായ തെളിവുകളൊക്കെ പുറത്തെത്തുന്നുണ്ട്. ഇങ്ങനെയൊരു ഘട്ടത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പക്ഷേ അതുകൊണ്ടാകുന്നില്ല. ഈ നീറ്റ് പരീക്ഷ മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ റദ്ദാക്കുമ്പോൾ അതുവഴി തെരുവിലേക്കാകുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരുടെ ആശങ്ക അത് വളരെ വലുതാണ്. ഫെമിന, അത് തീർച്ചയായും 22 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ ഒരു പരീക്ഷയാണ്. പരീക്ഷ കഴിഞ്ഞ് 9 ദിവസം പിന്നിടുമ്പോൾ റദ്ദ് ചെയ്യപ്പെടുന്നത് എന്നത് വലിയ ആശങ്കയോടെയാണ് വിദ്യാർത്ഥി സമൂഹം നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഈ മെഡിക്കൽ പ്രവേശന പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് വർഷങ്ങൾ നീണ്ടുനിന്ന് അവരുടെ കഠിന പ്രയത്നത്തിലൂടെയാണ് ഓരോ വിദ്യാർത്ഥികളും പരീക്ഷയ്ക്ക് വേണ്ടി. തീർച്ചയായും ഇവിടെ നിന്നും അക്ഷയ് കൂടി ഈ വിഷയത്തിൽ ചേരുകയാണ്. അക്ഷയ്, ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നാണ് നീറ്റ് പ്രവേശന പരീക്ഷ റദ്ദാക്കുന്നത്. മെയ് 3 നടന്ന പരീക്ഷ അത് വീണ്ടും നടത്തുമെന്നാണ് മാനവ വിഭവശേഷി വകുപ്പ് പറയുന്നത്. പക്ഷേ പരീക്ഷ റദ്ദാക്കിയതിൽ പ്രതിഷേധം വളരെ ശക്തമാണ്. വിദ്യാർത്ഥികളുടെ ഭാഗത്ത് വലിയ ആശങ്കയുണ്ട്. ഇപ്പോൾ ഇതാ ദില്ലിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ ആസ്ഥാനത്തിന് മുന്നിലേക്ക്, അല്ലെങ്കിൽ വകുപ്പ് ആസ്ഥാനത്തിന് മുന്നിലേക്ക് വലിയ പ്രതിഷേധവുമായി SFI നീങ്ങുകയാണ്. അപ്പോൾ ഈ മോദി സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് ഈ കാര്യങ്ങളിലൊക്കെ പുറത്തു വന്നത്. മുമ്പും നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവർത്തനമാണ് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവർത്തനമാണ് ഈ ഘട്ടത്തിലും ഉണ്ടാകുന്നത്. ഇത് യഥാർത്ഥത്തിൽ മോദി സർക്കാരിൻ്റെ കൃത്യമായ പിടിപ്പുകേട് ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്. അക്ഷയ് ലക്ഷ്മൺ. തീർച്ചയായും അജിംഷാദ്, അങ്ങനെ തന്നെയാണ്. കാരണം നോക്കൂ, 22,79,743 വിദ്യാർത്ഥികളാണ് ഇത്തവണ നീറ്റ് പരീക്ഷ എഴുതിയത്. ഇവരുടെയൊക്കെ ഭാവി, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഇത്രത്തോളം ചെലവഴിച്ച സമയം, ഇതിനൊക്കെ ആരാണ് ഉത്തരം പറയുക? തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് ഇത്രത്തോളം വിദ്യാർത്ഥികളാണ് അവരുടെ ഇനിയും മുന്നോട്ട് അവർക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെയായി ചെലവഴിക്കേണ്ടിരുന്ന സമയമടക്കം ഇനിയും വിനിയോഗിക്കാനായി പോകുന്നത്. ഒപ്പം ഇതാ നോക്കൂ, ഈ കോച്ചിങ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന സ്ഥാപനങ്ങളുണ്ട്. അവരൊക്കെ ഈ വിദ്യാർത്ഥികളൊക്കെ പരീക്ഷ കഴിഞ്ഞ് റിലീവ് ചെയ്ത ഒരു സാഹചര്യമാണ്. ഈ വിദ്യാർത്ഥികളൊക്കെ ഇനി വീണ്ടും തിരിച്ച് അവിടേക്ക് വന്ന് ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഇനിയും തയ്യാറെടുക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇതിനൊക്കെ ആരാണ് വഴിവെച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ വർഷമടക്കം നീറ്റിനെതിരെ നിരവധി ആരോപണങ്ങളാണ്. വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്ന സാഹചര്യം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളില്ല എന്നത് സംബന്ധിച്ചുള്ള ന്യായീകരണം നിരത്തുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ തവണയും കാണാനായി സാധിച്ചത്. സമാനമാണ് ഇത്തവണയും. ഇനിയും ധർമ്മേന്ദ്ര പ്രധാൻ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ന്യായീകരണങ്ങളുമായി ഒക്കെ രംഗത്ത് വരാൻ തന്നെയാണ് സാധ്യത ഈ വരും ദിവസങ്ങളിലൊക്കെ. എന്തായാലും 22 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം.
വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ തെരുവിലേക്ക് ഇറങ്ങി വലിയ തോതിലുള്ള പ്രതിഷേധം തീർത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം സുപ്രീം കോടതിയിലടക്കം വിദ്യാർത്ഥികൾ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു നീറ്റുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇതാ സമാനമാണ് ഇന്ന് തിരുവനന്തപുരത്ത് അടക്കം അല്പസമയത്തിനകം AGS ഓഫീസിലേക്ക് SFIയുടെ നേതൃത്വത്തിലുള്ള മാർച്ച് നടക്കാൻ പോവുകയാണ്. ആരാണ് ഇതിനൊക്കെ ഉത്തരം പറയുക ജിംഷാദ്? ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നോക്കൂ, ഈ സർക്കാരിന് വന്ന ഒരു വീഴ്ച, അതിന് ഇരയായി മാറുന്നത് ഒന്നും അറിയാത്ത വിദ്യാർത്ഥികളാണ്. എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തി ഇത്രയും വലിയൊരു മത്സര പരീക്ഷയെ, അത് വലിയ മാനസിക സമ്മർദ്ദമൊക്കെ അതിജീവിച്ചാണ് അവർ ഈ പരീക്ഷയെ നേരിടുന്നതും ആ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വരുന്നതും. ഇതാ വീണ്ടും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് തന്നെ അവരെ തള്ളിവിടുകയാണ്, കേവലം ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രം. മെയ് 3 നടക്കുന്ന പരീക്ഷ വളരെ ലാഘവത്തോടെ പറയുകയാണ്, ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ഞങ്ങളിതാ ആ പരീക്ഷ റദ്ദാക്കുന്നുവെന്ന്. ആരുടെ കുറ്റമാണ് ജിംഷാദ് ഇതൊക്കെ? സർക്കാരിൻ്റെ തന്നെ കുറ്റമല്ലേ? എന്തായാലും ഈ 12 പേരെയാണ് പ്രാഥമികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ആദ്യം ചോദ്യം ചെയ്തത്. ഇപ്പോൾ ഇതാ 45 പേർ കസ്റ്റഡിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. രാജസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യപേപ്പർ ചോർച്ചയൊക്കെ നടന്നിരിക്കുന്നത്. ആ സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെയാണ് കൂടുതൽ അറസ്റ്റും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിൽ കേരളത്തിലുള്ള ഒരു വ്യക്തി, MBBS പഠിക്കുന്ന രാജസ്ഥാൻ സ്വദേശിയായിട്ടുള്ള കേരളത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടി ഈ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ എന്തായാലും പുറത്തേക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ CBI അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചൊരു സാഹചര്യമുണ്ടല്ലോ. എന്തായാലും കേന്ദ്ര സർക്കാർ അടക്കം ഇതിൽ അന്വേഷണവുമായി നീങ്ങുകയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്തായാലും ഈ വിദ്യാർത്ഥികളോടും ഇവിടുത്തെ ജനങ്ങളോടുമൊക്കെ ഈ ഒരു കാര്യത്തിൽ ഉത്തരം പറഞ്ഞേ തീരുകയുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം 3/4% ചോദ്യങ്ങളും ചോർന്നു എന്നതാണ്. ഈ ഒരു വാട്സപ്പിലടക്കം ചോദ്യങ്ങൾ നേരത്തെ ലഭ്യമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതായത് മാതൃകാ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്ന 135 ചോദ്യങ്ങൾ അത് അതേപടി തന്നെ ഈ പ്രധാന പരീക്ഷാ ചോദ്യപേപ്പറിൽ ആവർത്തിക്കുന്ന നിലയാണ് ഉണ്ടായിരുന്നത്. 180 ചോദ്യങ്ങളാണ് ഈ ഒരു നീറ്റ് പരീക്ഷയിൽ ഉണ്ടായിരുന്നത്. അതിൽ 136 ചോദ്യങ്ങളും മാതൃകാ ചോദ്യപേപ്പറിൽ നിന്ന് ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതെന്ത് സാഹചര്യമാണ് ജിംഷാദ്? എങ്ങനെയാണ് ഇതിനെ കേന്ദ്ര സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും ന്യായീകരിക്കാനാകുക? 3/4% ചോദ്യങ്ങൾ അക്ഷയ് ലക്ഷ്മൺ സൂചിപ്പിച്ചത് ആ ചോദ്യം ബാക്കിയാണ്. അന്വേഷണമൊക്കെ പറയും, അതൊക്കെ പ്രകമ്പനം കൊള്ളിക്കാൻ പല വിധത്തിലുമുള്ള 56 ഇഞ്ചിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ വിദ്യാർത്ഥികൾ, കർഷകരെയും മറ്റ് ജനവിഭാഗങ്ങളെയും പാർശ്വവൽകൃതരെയും ഒക്കെ പോലെ തന്നെ വിദ്യാർത്ഥികളും അവരുടെ നെഞ്ചിൽ നീറ്റ് എഴുതിയവരടക്കം നീറ്റലോടുകൂടി പോകേണ്ട സാഹചര്യത്തിലേക്ക് സംജാതമാക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ, മോദി സർക്കാരിൻ്റെ പിടിപ്പുകേട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതിൻ്റെ ഓരോ ഘടകങ്ങളുമാണ് അക്ഷയ് ലക്ഷ്മൺ വിശദീകരിച്ചത്. നീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാലത്തുള്ളതാണ്. മാത്രമല്ല SFI വലിയ പ്രതിഷേധം തീർക്കുകയാണ് ദില്ലിയിൽ. അതിൻ്റെ വിവരങ്ങളും ഫെമിന ഞങ്ങളുടെ പ്രതിനിധി നൽകി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിൽ വലിയ ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. 3 വർഷത്തെ പരിശ്രമമാണ് പരീക്ഷ റദ്ദാക്കിയതിലൂടെ ഇല്ലാതാകുന്നതെന്ന് സഫയറിലെ വിദ്യാർത്ഥികൾ കൈരളി ന്യൂസിനോട് പറഞ്ഞു. അവരുടെ ആശങ്കകൾ നേരിട്ട് അവരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. 24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷ അടിയന്തരമായി റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. അത് ഒരുപാട് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഏറ്റൊരു മങ്ങലാണ്. നമ്മളിപ്പം തിരുവനന്തപുരം സഫയർ അക്കാഡമിയിൽ ഒരു ഉന്നത വിജയം തന്നെ പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥിയായ സാരംഗ് കൂടിയാണ് ചേരുന്നത്. ഇങ്ങനെയൊരു വിഷമമുണ്ട്. കഷ്ടപ്പെട്ട് പഠിച്ചതായിരുന്നു, നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു ക്യാൻസൽ ചെയ്ത് കളഞ്ഞത് നല്ല വിഷമമുണ്ട്. ഇതിനെക്കുറിച്ച് അറിയിക്കുമ്പോൾ ഒന്നുകൂടെ എഴുതണം, പഠിക്കണം, ഒന്നുകൂടെ പഠിച്ചു തുടങ്ങണം. ഞാൻ 2 വർഷം 2 വർഷം പഠിച്ചു, പിന്നെ റിപ്പീറ്റും കൂടെ ചെയ്തു. 3 വർഷത്തെ പരിശ്രമമായിരുന്നു. ഇനി ഒന്നുകൂടെ പഠിക്കണമെന്ന് പറയുമ്പോൾ അത്രയും കഷ്ടപ്പാടുണ്ട്. 700 അടുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു. 700 അടുപ്പിച്ച്. അതിനെക്കുറിച്ച് ലീക്കായതാണെന്നാണ് അറിയുന്നത്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായിപ്പോയി. അങ്ങനെ കുറേ ആൾക്കാർ 720 മേടിച്ചു. അത് കാരണം അങ്ങനെ അതുകൊണ്ട് റാങ്ക് മാറി വരും. ആ ഒരു പ്രശ്നമുണ്ട്. പ്രിപ്പയർ ചെയ്യുന്നത് തന്നെയാണ്. ഇനി പ്രിപ്പയർ ചെയ്യണം. ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ, എൻ്റെ ഇഷ്ടംപോലെ ആൾക്കാർ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുള്ളവരുണ്ട്. ഉറങ്ങാതെ തന്നെ പഠിച്ച ഇഷ്ടംപോലെ പേരുണ്ട്. അവസാനത്തേക്ക് 1 മാസത്തോളം ഉറങ്ങാത്തവർ എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ അറിയാം. അവരെല്ലാം നല്ല വിഷമത്തിലായിരിക്കും. ഇപ്പോൾ 1 മാസം 1 ആഴ്ചയോളമായി കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളം അവർ മൊബൈലും അങ്ങനെ നോക്കി ബുക്കൊക്കെ പാക്ക് ചെയ്ത് വെച്ച് കളഞ്ഞ ആൾക്കാരെ വരെ എനിക്കറിയാം. അങ്ങനെ അവരെല്ലാം ഇനി ഒന്നുകൂടെ പഠിക്കണമെന്ന് ആലോചിക്കുമ്പം ഞാനും വിഷമത്തിലാണ്.
വിദ്യാഭ്യാസ വിചക്ഷണൻ ശ്രീ ലവകുമാർ കൂടി ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ലവകുമാർ, നീറ്റ് നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ പരീക്ഷ റദ്ദാക്കുമ്പോൾ ചോദ്യപേപ്പർ ചോർന്നു, പരീക്ഷ റദ്ദാക്കി, അന്വേഷണം പ്രഖ്യാപിച്ചു. ഇത് കഴിയുമ്പോൾ തീർന്നോ? ഈ വിദ്യാർത്ഥിയുടെ എഫർട്ട് എത്ര വലുതാണ്, അതാണ് നിസ്സാരമായി പോകുന്നത്. ഇത് എവിടെയാണ് ഈ പ്രശ്നം ശ്രീ ലവകുമാർ? തീർച്ചയായും രാജ്യത്ത് 15 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ ഈ പരീക്ഷ എഴുതുകയുണ്ടായി. അപ്പോൾ അതിനുവേണ്ടി എന്തുമാത്രം പ്രിപ്പയർ ചെയ്തു, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്താണ് ഈ പരീക്ഷയെ അഭിമുഖീകരിക്കുന്നത്. പരീക്ഷയെ അഭിമുഖീകരിക്കാൻ കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള താല്പര്യമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഴ്സുകൾക്ക്, MBBS പോലെയുള്ള കോഴ്സുകൾക്ക് ചേരുന്നതിലേക്ക് വേണ്ടിയാണ്. പക്ഷെ അത് ദീർഘനാൾ പ്രിപ്പയർ ചെയ്തതിനു ശേഷം പരീക്ഷാ ഹാളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കാണെങ്കിലോ നല്ല വെരിഫിക്കേഷനും ഹാർഡായിട്ടുള്ള 2-3 മണിക്കൂർ നേരത്തെ തന്നെ പരീക്ഷാ ഹാളിൽ എത്തണമെന്നും എത്തിക്കഴിഞ്ഞാൽ വളരെ വലിയ വെരിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞ് പരീക്ഷാ ഹാളിൽ ഇരുന്ന് പരീക്ഷ എഴുതി പൂർത്തിയാക്കി തിരിച്ചു വന്ന് എന്തായിരുന്നാലും ഒരു വളരെ സന്തോഷത്തോടു കൂടിയെല്ലാം കഴിഞ്ഞു പോയി. പരീക്ഷ എളുപ്പവുമായിരുന്നു എന്ന കുട്ടികൾ പറഞ്ഞത്. കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചുകൂടെ എളുപ്പമായിരുന്നു ഈ പരീക്ഷയെന്നും പറയുകയുണ്ടായി. പക്ഷേ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ആളോടെ സഡൻ പരീക്ഷ ക്യാൻസൽ ചെയ്തു എന്നൊരു മെസ്സേജ് വരികയും അതിന് ആധികാരികമായ കാരണം പരീക്ഷയിൽ ക്രമക്കേടുകൾ കണ്ടു എന്നുള്ളതാണ്. ഈ ക്രമക്കേടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കേരളത്തിൽ എന്തെല്ലാം സംവിധാനമാണ് ഇത് ആസൂത്രണം ചെയ്യുന്നത്, അതുപോലെ തന്നെ ആയിരിക്കണമെന്നില്ലേ ഇതര സംസ്ഥാനങ്ങളിലും. പക്ഷെ വിദ്യാർത്ഥികളുടെ മനസ്സ് കംപ്ലീറ്റ് അവർക്ക് അങ്ങ് പോയി, അവരാകെ ഇല്ലാതായി പോയി. കാരണം പരീക്ഷ റദ്ദാക്കിയതോടെ വിദ്യാർത്ഥികൾ വലിയ മാനസിക സമ്മർദ്ദത്തിലായിട്ടിരിക്കുകയാണ്. പരീക്ഷ വീണ്ടും നടത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും MBBS പ്രവേശനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് കരിയറിൽ വലിയ പദ്ധതികളും വിദേശ പഠന സാധ്യതകളും ഒക്കെ വലിയ അനിശ്ചിതത ഉണ്ടാക്കുകയാണ്. ഈ പരീക്ഷാ തീയതി 3-ാം തീയതി ആയിരുന്നു, മെയ് 3-ാം തീയതി, ഈ മാസം 3-ാം തീയതി ആയിരുന്നു പരീക്ഷ. പേപ്പർ ലീക്കായി എന്നുള്ളതും ക്രമക്കേടുകളായും ഒക്കെ പറയുന്നു. CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുമുണ്ട്. ഈ പരീക്ഷ വീണ്ടും നടത്തുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും കുട്ടികളുടെ ടെൻഷൻ വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ്? അതെ, ഈ കുട്ടികൾ കാരണം ഈ പരിശോധനകളൊക്കെ നടത്തിയത്, ഈ പരിശോധനകളും കർക്കശമായ രീതികളും ഒക്കെ പിന്തുടർന്നത് ഈ പരീക്ഷയിൽ ഉള്ള ഈ എലിജിബിലിറ്റി ടെസ്റ്റിന്റെ ആധികാരികത ബോധ്യമാക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ കൃത്യത ബോധ്യമാക്കാൻ. പക്ഷെ അടിത്തട്ടിൽ കൂടെ ചോദ്യപേപ്പർ ചോർന്നിട്ട് ഇവർ ഇത്ര വലിയ കർശനമാക്കേണ്ട എന്ത് കാര്യം അല്ലേ? അതെ, തീർച്ചയായും. കാരണം ഇതുകൊണ്ട് അഫക്റ്റ് ചെയ്യുന്നത് ഈ ആത്മാർത്ഥമായി പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളും നല്ലതുപോലെ പ്ലാൻ ചെയ്ത വിദ്യാർത്ഥികൾക്കൊക്കെ നഷ്ടമാണ് വരുന്നത്. ഇപ്പൊ വിദേശ പഠനത്തിന് വേണ്ടി തയ്യാറായി പോകുന്ന വിദ്യാർത്ഥികൾ ഇവിടെ മിനിമം സ്കോർ നേടണം, 50th പെർസെന്റേജ് സ്കോർ നേടണമെന്ന് മാൻഡേറ്ററി ആണ്. പക്ഷെ വിദേശ പഠനത്തിന് വേണ്ടിയുള്ള സമയക്രമം ആയിരിക്കുന്നു. അപ്പോൾ ഇനിയും സമയം നീണ്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് വിദേശ പഠനത്തിന് പോകാൻ പറ്റുകയില്ല, അവരെ കരിയർ പ്ലാനിംഗ് ഇല്ല. അവരാകെ താളം തെറ്റും, മാറിയിരിക്കുകയാണ്. അതാണ് ശ്രീ ലവകുമാർ, താങ്കളെ നേരത്തെ തന്നെ ശ്രമിച്ചിരുന്നു, പക്ഷേ ലഭ്യമായില്ല. അതുകൊണ്ടാണ് ഈ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. ലവകുമാർ വിദ്യാഭ്യാസ വിദഗ്ധനാണ്. ഇത് സംബന്ധിച്ച് വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. ഇനി നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. ഇന്ന് ഗുരുവായൂർ അരിയന്നൂരിൽ വീട് കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണം മോഷ്ടിച്ച സംഭവത്തിൽ ഒരു വിചിത്രമായ സംഭവമുണ്ടായി, നടപടിയുണ്ടായി. മാപ്പപേക്ഷയുമായി മോഷ്ടാവ് രംഗത്തെത്തി. മോഷണ മുതലിൽ 8 പവൻ സ്വർണം തിരികെ നൽകി. അതായത് CCTV ദൃശ്യങ്ങൾ തെളിവായി ലഭിച്ചതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇതോടുകൂടിയാണ് മോഷ്ടാവ് മാപ്പപേക്ഷയുമായി എത്തുന്നത്. മാത്രമല്ല ഈ 10 പവനിൽ 8 പവൻ തിരികെ നൽകുകയും ചെയ്തു. 2 പവൻ ഒഴികെ 2 പവൻ എടുത്തിട്ട് 8 പവൻ തിരികെ നൽകുകയും ചെയ്തു. അപ്പോൾ ഈ മോഷണത്തിൽ ഇത്തരത്തിൽ മോഷണവും മാപ്പ് പറച്ചിലും ഒക്കെ ഏതൊക്കെ അർത്ഥത്തിലാണ് അതിലെ വിചിത്ര സ്വഭാവം വെളിവാക്കുന്നതെന്ന് നമുക്കറിയാം.